നിർദ്ദിഷ്ട ചക്രക്കൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായി കുറ്റിയടിക്കാനായി എത്തിയ റവന്യൂ സർവേ ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഭൂവുടമകളും ചേർന്ന് തടഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മൗവഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കുറ്റിയടിക്കുന്നതിനിടെയാണ് തടഞ്ഞത്. ചക്രക്കൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മൗവഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കുറ്റിയടിക്കുന്നതിനിടെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെ വ്യാപാരികളും ഭൂവുടമകളും ചേർന്ന് തടഞ്ഞത്. ചക്രക്കൽ ടൗൺ വികസനത്തിന്റെ പേരിൽ 140ഓളം കടകൾ പൂർണ്ണമായും 200ഓളം കടകൾ ഭാഗികമായും പൊളിച്ചു നീക്കേണ്ടി വരും. തികച്ചും അശാസ്ത്രീയമായാണ് കുറ്റിയടിക്കൽ നടത്തുന്നതെന്നും ഇതിന്റെ ഭാഗമായി നിരവധി വ്യാപാരികൾ തൊഴിലില്ലാതെ തെരുവിലിറങ്ങേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. അലൈൻമെന്റിൽ മാറ്റം വരുത്തി കൂടുതൽ കടകൾ പൊളിച്ചു നീക്കുന്നത് ഒഴിവാക്കാനായി മുന്നേ സർവേ നടത്തിയ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്രക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അടുത്ത ദിവസം തന്നെ വ്യാപാരികളുമായി ചർച്ച നടത്തുമെന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചതായും ഇതിനുശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും ചക്രക്കൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി നാസർ പറഞ്ഞു. രാവിലെ തന്നെ അവർ വന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ താഴമഞ്ചേരി ജംഗ്ഷനിലായിരുന്നു. അവിടെ നമ്മൾ തടയുകയും അപ്പം അത് നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഇനി അടുത്ത നമ്മളുമായിട്ടുള്ളൊരു ചർച്ച അടുത്ത ദിവസം തന്നെ വിളിക്കാം. അതിനുശേഷം മാത്രമേ നിങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 200ഓളം സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും പോകുന്നുണ്ട്. 140 സ്ഥാപനം പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടാണ് വികസനം വരുന്നത്. അതുപോലെ തന്നെ ഭാഗികമായി പോകുന്ന സ്ഥാപനത്തിൽ തന്നെ ഒരു 60ഓളം സ്ഥാപനങ്ങൾ പിന്നെ തിരിച്ച് വീണ്ടും ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റാത്ത രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ 150ഓളം സ്ഥാപനങ്ങൾ 50% അതിൽ കൂടുതലുമായിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് വേണം വികസനം നടത്താൻ. ഇത്രയും സ്ഥാപനങ്ങൾ ഒഴിയുമ്പോൾ ടൗണിലെ വ്യാപാരികളുടെ അവസ്ഥ വലിയ പ്രയാസത്തിലാവും. 200ഓളം വ്യാപാരികൾ പൂർണ്ണമായിട്ടും തെരുവിലിറങ്ങുന്ന ഈ സാഹചര്യം ഒരിക്കലും വ്യാപാരികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, ചക്രക്കൽ.